ഗുരുപരമ്പരാ ധ്യാനത്തിൽ നാരായണം പത്മഭുവം വസിഷ്ഠം ഈ ശ്ലോകത്തിൽ ശക്തി മഹർഷിയെക്കുറിച്ച് എവിടെയും പരാമർശിക്കുന്നില്ലല്ലോ. അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ശക്തിം ച തത്പുത്ര പരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദ യോഗീന്ദ്ര മധാസ്യ ശിഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ശ്രീശങ്കരാചാര്യ മധാസ്യ പത്മപാദം ച ഹസ്താം അലകം ച ശിഷ്യം തം തോടകം വാർത്തിക കാരമന്യാൻ അസ്മദ് ഗുരുൻ സന്തതമാനതോസ്മി. അതിൽ പ്രായേണ നമ്മൾ പുരാണങ്ങളിലും മറ്റും കണ്ടെടുത്തോളം, എല്ലാ പുരാണങ്ങളും ഹൃദിസ്ഥമല്ല, എല്ലാ പുരാണങ്ങളോട്ട് വായിച്ചിട്ടുമില്ല. സത്യം പറയണത് എന്താ, 18 പുരാണവും വായിച്ചിട്ടില്ല. ഞാൻ കുറേ പുരാണങ്ങൾ നോക്കിയിട്ടുണ്ട്, കുറേ അവിടുന്ന് ഇവിടുന്നും, പിന്നെ കുറേ പൂർണ്ണമായി വായിച്ചതും കുറച്ച് പുരാണങ്ങളുണ്ട്. അതിലൊന്നും ശക്തിയുടെ വിശദീകരണങ്ങൾ കണ്ടിട്ടില്ല. എന്നാൽ വസിഷ്ഠപുത്രന്മാരിൽ ശക്തിയെ പരാമർശിച്ചിട്ടുണ്ട്. വിശദീകരണങ്ങൾ വായിച്ചിട്ടില്ല, അത്രേ പറയാൻ പറ്റൂ. കൂടുതൽ അറിയില്ല. ഈ വിഷയം അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഋഷിയുണ്ട്. ഇതല്ല ചോദ്യം. ഈ പരാമർശങ്ങൾ, ജീവചരിത്രങ്ങൾ, ശക്തി ദർശിച്ച മന്ത്രങ്ങൾ ധാരാളമുണ്ട്. ധാരാളം മന്ത്രങ്ങൾ ശക്തി എന്നുള്ള മഹർഷി ദർശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഗുരുപരമ്പരാ ധ്യാനത്തിൽ അത്രയും പ്രാധാന്യം കൊടുത്തത്. പക്ഷെ ജീവചരിത്രങ്ങൾ അധികം കണ്ടിട്ടില്ല. നമ്മൾ കാണാത്തതുകൊണ്ട് ഇല്ല എന്നർത്ഥമില്ല, അറിയില്ല എന്നാ പറഞ്ഞേ.